രാവിലെ പത്രം എടുത്ത് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ലോഡ് ഷെഡിങ്. ഞാൻ നോക്കിയായിരുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. കാര്യം ഇത്രയും ദിവസം ഇല്ലാതെ അങ്ങനെ ഒരു ഇലക്ഷൻ അടുപ്പിച്ച് ലോഡ് ഷെഡിങ്ങൊന്നും പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലല്ലോ നിലവിൽ. പിന്നെ നോക്കുമ്പോൾ മൊത്തം നെഗറ്റീവ് വാർത്തയാണ്. ഫ്രണ്ട് പേജ് മുഴുവൻ നെഗറ്റീവ് വാർത്തകളാണ്. അത് ചെറുകിട പത്രങ്ങളിൽ മാത്രമാണ് ഈ വാർത്തകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒന്നാം പേജ് നമ്മൾ മറിച്ചിട്ട് ഇത് കഥയറിയാതെ ഇതെന്താണ് സംഭവം എന്നറിയാതെ എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വീണ്ടും ലോഡ് ഷെഡിങ് വരുന്നു. മൊത്തത്തിൽ എല്ലാ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന ഒരു സംഭവം. ഇത് ഈ ഒന്നാം പേജ് മാത്രം നോക്കിയവർ തലേ കൈവച്ചു. മാത്രമല്ല ചിലർ ഒന്നാം പേജ് നോക്കിയിട്ട് വേറെ ജോലിക്ക് എവിടെയെങ്കിലും പോയി കാണുകയും ചെയ്യും. അതെ. അപ്പോൾ പക്ഷേ ഇത് രണ്ടാം പേജ് മറിക്കുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടുള്ള PRD നൽകിയ പരസ്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വലിയ ഒരു കൊടുംചതി എന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പരസ്യം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തി. ആ പരസ്യം ചർച്ച. പക്ഷേ ഇതിവിടെ വരുന്നൊരു ചോദ്യം, സർക്കാരാണെങ്കിലും PR ഏജൻസിയെ കൊണ്ട് ചെയ്യിച്ചാൽ ഓക്കെ, അത് പിന്നെ പറഞ്ഞേക്കാം. സർക്കാർ സ്ഥാപനം തന്നെ PRD എന്ന് പറയുന്നത് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനം ഇമാതിരി പരസ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായൊരു കാര്യമാണ്. സർക്കാരിൻ്റെ പ്രചാരണ വേലയ്ക്കുള്ള ഒരു സ്ഥാപനമാണല്ലോ PRD. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും PRDക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. കാരണം 10 വർഷമായിട്ട് ഇവരിരുന്ന് സർക്കാരിനെ പോഴ്ത്തിക്കൊണ്ടിരിക്കും. സർക്കാരിൻ്റെ ഏത് സർക്കാർ വരുന്നു, LDF സർക്കാർ ആയിക്കോട്ടെ, UDF സർക്കാർ ആയിക്കോട്ടെ, തങ്ങളുടെ വാർത്താ പ്രചരണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സർക്കാർ മാധ്യമം തന്നെയാണ് ഈ പറയുന്ന PRD. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കാതിരിക്കും. അപ്പം നിലവിൽ ചെറുകിട പത്രങ്ങളിൽ മാത്രമാണ്, ഇംഗ്ലീഷ് പത്രങ്ങളിലും ചെറുകിട പത്രങ്ങളിലും മാത്രമാണ് ഈ പരസ്യം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. താഴെ എഴുതിയിട്ടുണ്ട്. അപ്പം ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസിലും എല്ലാം ഈ പരസ്യമുണ്ട്. ഹിന്ദുവിലുണ്ട്. പിന്നെ മലയാള മനോരമയും മാതൃഭൂമിയും ഈ പരസ്യം സ്വീകരിച്ചിട്ടില്ല. ഇനി നാളെ അത് അവർ കൊടുക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയുകയുമില്ല. അതുപോലെ നമ്മുടെ ജന്മഭൂമി പത്രം വരെ ഈ പരസ്യം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഈ ഇലക്ഷൻ അടുത്ത് വന്നിരിക്കുന്ന ഈ സമയത്ത് അനാവശ്യമായിട്ട് കോടികളാണ് ഇതിൻ്റെ പേരിൽ ചെലവഴിക്കുന്നത്. ഇതിനെ എതിർക്കേണ്ട മാധ്യമങ്ങളെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി. ഇപ്പം ഈ നൽകിയിരിക്കുന്ന പരസ്യത്തിൻ്റെ പൈസ അടുത്ത സർക്കാരാണ് കൊടുക്കുന്നത്. എന്തായാലും PRD ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകുന്ന പരസ്യങ്ങൾ, ഇപ്പോൾ ഈ സർക്കാർ പരസ്യങ്ങളുടെ ആ ഒരു കുടിശ്ശിക തീർക്കുന്നത് വർഷാവർഷം അല്ലെങ്കിൽ വളരെ കാലത്തിന് മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ഇപ്പം കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ കെട്ടിക്കിടന്ന കുടിശ്ശികകളുടെ പകുതി പത്രങ്ങൾക്ക് സമ്മാനിച്ചത് നല്ല പത്രങ്ങൾക്ക് നൽകിയത്. അതിനൊരു കാരണമെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. പത്രങ്ങൾക്കും മറ്റ് വാർത്താ മാധ്യമങ്ങൾക്കും വരുമാനം കണ്ടെത്താനുള്ള ഒരു സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമ്മൾ PRD ഫണ്ട് റിലീസ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളിത് മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളിമാരോട് അവർ പറഞ്ഞു, നിങ്ങളിത് തൊഴിലാളികളുടെ ശമ്പളത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് പറഞ്ഞത്. എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അത് വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് അറിയാം. പല മാധ്യമ സ്ഥാപനങ്ങളിൽ സമരം നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതെ, അത് അന്നാണെങ്കിൽ പോലും ഇത് എത്രത്തോളം ഫലപ്രദമായിട്ട് തൊഴിലാളികൾക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. അപ്പം നമുക്ക് ഈ പരസ്യത്തിന്റെ കാര്യത്തിലേക്ക് തന്നെ വന്നാൽ, ഇത്തരം ഒരു പരസ്യം നൽകി കേരളത്തെ ഞെട്ടിച്ചത് എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ആണെന്ന് തോന്നുന്നു. ജെയിംസ് സർവകലാശാലയാണ് ഈ പരസ്യം നൽകി നമ്മളെ ഞെട്ടിച്ചത്. 2050കളിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് അവർ ഈ പരസ്യത്തിനകത്ത് പ്രതിപാദിച്ചിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ അതെ. അപ്പോൾ അന്ന് ഈ പരസ്യത്തെ കുറ്റം പറഞ്ഞവരാണ് നമ്മുടെ നാട്ടുകാർ. നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ, അതായത് ദൃശ്യമാധ്യമങ്ങൾ, അന്ന് അതിനെ ഒരുപാട് കുറ്റപ്പെടുത്തുകയുണ്ടായി. ഇന്ന് തന്നെ പല ദൃശ്യമാധ്യമങ്ങളും ഈ പത്രങ്ങളിൽ വന്ന പരസ്യത്തെക്കുറിച്ച് വളരെയധികം വിമർശനാത്മകമായിട്ട് രംഗത്ത് വന്നു. വളരെ മറ്റൊരു വിചിത്രമായ കാര്യം, നമ്മുടെ നാട്ടിലെ പ്രമുഖ പത്രസ്ഥാപനങ്ങളെല്ലാം തന്നെ സ്വന്തം ചാനലും ഉണ്ട്. മനോരമ മാതൃഭൂമി പരസ്യം കൊടുത്തില്ല എന്നുള്ളതൊക്കെ. മറ്റു പലർക്കും അങ്ങനെയല്ല, സ്വന്തം പത്രമുള്ളവരൊക്കെ തന്നെ ചാനലും ഉണ്ട്. അപ്പോൾ അവരെത്രത്തോളം അത് കൊടുക്കുമെന്നുള്ളതാണ് ചോദ്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മനോരമ മാതൃഭൂമി ഈ പരസ്യം നിരസിച്ചതാവാം. ആകാം. കാരണം ജെയിൻ യൂണിവേഴ്സിറ്റി പരസ്യത്തിന്റെ പേരിൽ അവർ ഒരുപാട് തെറിവിളി കേട്ടതാണ്. ഖേദം പ്രകടിപ്പിച്ചു തോന്നില്ല. 2 മനോരമയും മാതൃഭൂമിയും പിറ്റേന്ന് അതിനകത്ത് ഖേദപ്രകടനം നടത്തി. കാരണം കേരളത്തെ അതുപോലെ ഞെട്ടിച്ച ഒരു പരസ്യം ആയിരുന്നു. അപ്പം ആ പരസ്യത്തിന്റെ ഒരു ഓർമ്മ, അല്ലെ ഒരു ഞെട്ടൽ നമുക്കറിയാവുന്ന, പത്രം വായിക്കുന്നവരിൽ
ഉള്ളതിനാൽ അവരിത് കാര്യമായിട്ട് എടുക്കാൻ സാധ്യത ഉണ്ടാവില്ല ഈ പറഞ്ഞ പരസ്യം. അതെ. പക്ഷേ എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് അത് അതിനകത്ത് അവര് ഉദ്ദേശിച്ച ഒരു റീച്ച് ആ പരസ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സർക്കാരിൻ്റെ PR പ്രവർത്തനങ്ങൾക്കായിട്ട് ഇത്രയും പരസ്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ആ ഒരു നടപടി അത് തീർത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫ്രണ്ട് പേജ് പരസ്യം എത്ര ലക്ഷം രൂപ ഓരോ മാധ്യമത്തിനും കിട്ടുമെന്നുള്ള സങ്കല്പിക്കാം. PRDക്ക് പ്രത്യേക നിരക്കാണ്. ഇപ്പം മനോരമയ്ക്കൊക്കെ അവര് പൊതുവിൽ കൊടുക്കുന്ന ഒരു കോളം സെന്റിമീറ്റർ കണക്കുണ്ടല്ലോ, ആ കണക്കല്ല PRDക്ക്. PRD ഒരു നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ നിരക്കിന് മാത്രമേ പത്രസ്ഥാപനങ്ങൾ പരസ്യം ചെയ്യാൻ പാടുള്ളൂ. അതപ്പോൾ അവർ കാറ്റഗറി നിശ്ചയിച്ചിട്ടുണ്ട്. സർക്കുലേഷൻ കൂടുതലുള്ള പത്രങ്ങൾക്ക് ഒരു നിരക്കും, സർക്കുലേഷൻ കുറവുള്ള പത്രങ്ങൾക്ക് അതിന് അനുപാതികമായിട്ടുള്ള നിരക്കും. കാരണം PRDക്ക് അറിയാം ഈ പത്രങ്ങളുടെ സർക്കുലേഷൻ സംബന്ധിച്ച് PRDക്ക് കൃത്യമായിട്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് PRDയുടെ ഈ പരസ്യം നൽകാനുള്ള ലിസ്റ്റിൽ കുഞ്ഞു ചെറുകിട പത്രങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് പത്രങ്ങളിലെ കാര്യം മാത്രമാണ്. ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യമില്ലേ? പരസ്യമേ ഉള്ളൂ. അവിടെ എന്തിനും സീരിയലിലെ പോലും പരസ്യം പോലെ സീരിയലിലെ കണ്ടന്റ് പോലും സർക്കാർ അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതാണ് പെയ്ഡ് ന്യൂസ് ആണെന്ന് പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒരു വാർത്ത വരുമ്പോൾ പെയ്ഡ് ന്യൂസ് ആണെന്ന് പറയുന്ന സഖാക്കൾ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ അല്ല ജനപ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പൂട്ടിനിടയ്ക്ക് തേങ്ങാപ്പീര തിരിയുന്ന എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന സീരിയലിനകത്ത് കൊണ്ടുവന്നിട്ട് കഥാസന്ദർഭങ്ങൾ അതിനനുയോജ്യമായി ഉണ്ടാക്കിയിട്ട് സർക്കാരിന്റെ ശ്രമങ്ങളെ, സർക്കാർ നടത്തുന്ന സഹായങ്ങളെ കുറിച്ചൊക്കെ വാഴ്ത്തി പാടുക എന്നുള്ളത്. ഒരു കോമഡി പരിപാടിയിൽ മഞ്ജു പിള്ളയൊക്കെ ഇരുന്നിട്ട് സർക്കാരിന്റെ പരസ്യം പറയുന്നത്. അപ്പം അത് ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ TRP റേറ്റിംഗ് കൂടുതലുള്ള പരിപാടികൾക്കിടയിലേക്കാണ് ഈ സർക്കാരിന്റെ നേട്ടം കുത്തിക്കയറ്റി വിടുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ജാക്കറ്റ് പരസ്യം വന്നത് തെലങ്കാന സർക്കാരിൻ്റെ, മനോരമയുടെ ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരുന്നു തെലങ്കാന സർക്കാരിന്റെ പരസ്യം. ഈ തെലങ്കാന സർക്കാരിന്റെ പരസ്യം എന്തിനാണ് കേരളത്തിലെ പത്രങ്ങൾക്കെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനാണ് തെലങ്കാന സർക്കാർ ഇവിടെ കൊണ്ടുവന്ന്? തെലങ്കാന പിന്നെ അവിടുത്തെ നേട്ടങ്ങളെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പണ്ട് ഇതുപോലെ പിണറായി വിജയൻ സർക്കാരിന്റെ കുറച്ച് പരിപാടികളുടെ പരസ്യം നോർത്ത് ഇന്ത്യൻ പത്രങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ തെലങ്കാന പത്രങ്ങളുടെ പരസ്യം ഇവിടെ വന്നപ്പം പല സൈബർ സഖാക്കളും അതിനെ അധിക്ഷേപിച്ച് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നിലവിൽ ഞങ്ങളുടെ തെലങ്കാനയിൽ ഇത്രയും നല്ല ഇതാണ് നടക്കുന്നത് എന്നുള്ള ഒരു ഒന്ന് ജനത്തെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ സംഭവം നടത്തിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് ആണല്ലോ അവിടെ അതെ ഭരിക്കുന്നത്. അപ്പം കോൺഗ്രസ് ഇനിയും ഭരിച്ചാൽ ഒരുപക്ഷെ ഇവിടെയും ഈ തെലങ്കാനയ്ക്ക് സമമായിട്ടുള്ള വികസനങ്ങൾ എത്തിച്ചേരും എന്നുള്ള ഒരു കണക്കായിരിക്കാം. എന്തു തന്നെ ആയാലും നമുക്കിപ്പോ ഈ പറയുന്ന ഇന്നത്തെ ഈ പത്രങ്ങളിൽ നൽകിയിരിക്കുന്ന പരസ്യം തലതിരിഞ്ഞ പരസ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ തലതിരിഞ്ഞ പരസ്യങ്ങളിലൂടെയല്ലേ നമുക്ക് ശ്രദ്ധിക്കപ്പെടാൻ പറ്റും. അല്ല, മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പത്രങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കില്ലേ ഇത് കുറച്ച് കഴിയുമ്പോൾ? ഇത് പറഞ്ഞ സത്യമാണോ അല്ലേ എന്ന് അടുത്ത പേജ് മറിച്ച് വെക്കേണ്ടി വരില്ലേ? രാവിലെ ധൃതിച്ച് പോകുന്ന അയാൾ ഫ്രണ്ട് പേജ് മാത്രം നോക്കിയിട്ട് പോകുന്ന അയാൾ വിശ്വസിച്ചങ്ങ് പോകും. പക്ഷെ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, പത്രവായന എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പത്രവായന എത്രത്തോളം ഉണ്ട്, പത്രവായനയുടെ ആ ഒരു ഏജ് ഗ്രൂപ്പ് എവിടെ വരെ? പുതിയ തലമുറ പത്രവായന ഇല്ലാന്ന് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പുതിയ തലമുറ ഇത് കണ്ടത് സോഷ്യൽ മീഡിയ വഴി. രാവിലെ തന്നെ സൈബർ സഖാക്കളായിട്ടുള്ള മുഴുവൻ ആൾക്കാരും ഇതെടുത്ത് വെച്ചിട്ട് ആഘോഷമാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ ഹിന്ദു പത്രത്തിൽ കണ്ടു, ഞങ്ങൾ മാധ്യമത്തിൽ കണ്ടു, മംഗളത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ ഈ പടം എടുത്ത് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പരസ്യം വിശുദ്ധമായി. ജെയിൻ യൂണിവേഴ്സിറ്റി ചെയ്തപ്പോൾ എല്ലാവരും ചീത്തവിളിയായിരുന്നു. അത് അതേ രീതിയിൽ തന്നെയാണ് അതിന് ഈ ഇങ്ങനെ പരസ്യം കൊടുത്ത് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഉള്ള ചില മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചില മിടുക്കന്മാരായിട്ടുള്ള ഈ കണ്ടന്റ് റൈറ്റേഴ്സ് ഉണ്ട്, അവരുടെ ഒരു സംഭാവനയാണ് ഈ കിണർകോലുവിന്റെ ബുദ്ധി ആയിരിക്കില്ല നമുക്ക് തോന്നുന്നു. അല്ല, അതല്ല, ഇത് കിണർകോലുവിന്റെ ബുദ്ധിയല്ല. പക്ഷേ ഈ ബുദ്ധി കടം കൊണ്ടിരിക്കുന്നത് എന്തായാലും യൂണിവേഴ്സിറ്റിയുടെ പരസ്യത്തിൽ തന്നെയാണ്. ഇതിപ്പം എന്ത് കാണിച്ചിട്ടും അധികാരത്തിൽ തുടരുക എന്നുള്ള
വെപ്രാളം. അന്തം മുട്ടാലെ പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. കാരണം ഈ 2 തവണ ഭരണത്തിലിരുന്നു. ഈ 3-ാം തവണ ഭരണത്തിലേക്ക് വരാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വെപ്രാളം എന്തായാലും പിണറായി വിജയനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ കയ്യിലെ കാശെടുത്ത് പരസ്യം വാരിക്കോരി കൊടുക്കുകയാണ്. സർക്കാർ അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത, അതായത് വീണ്ടും ഈ സർക്കാർ തുടർന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത ഇവരെ തലേ വരുന്നു. ഇപ്പോൾ ഇവർ കാട്ടിക്കൂട്ടി വെച്ചിട്ട് എല്ലാ സാമ്പത്തികമായ വലിയ പരിപാടികളുടെയും ബാധ്യത അടുത്ത വന്ന സർക്കാരിൻ്റെ തലയ്ക്കാണ്. ഓർക്കണം, ആഗോള അയ്യപ്പ സംഘം എന്ന് പറയുന്ന പരിപാടി, ഒറ്റ ദിവസത്തെ പരിപാടി 7 കോടി രൂപയുടെ ചെലവാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കണക്കും കയ്യും കണക്കുമില്ല. ലോക കേരള സഭ എന്താണെന്ന് ഇപ്പോൾ ആർക്കും മനസ്സിലായി. ലോക കേരള സഭ എന്താണ് ഈ 7 കോടി മുടക്കി അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ടുള്ള ഗുണം എന്താണ് എന്ന്. അതുകൊണ്ടൊരു ഗുണം ഉണ്ടായ സകലമാന തട്ടിപ്പുകളും വെളിയിൽ. അതായത് ഇവർ തന്നെ ഈ ചുമ്മാ ഇരുന്നിടത്ത് കൊണ്ടുവന്ന് ചുണ്ണാമ്പിട്ടിട്ട് ഇവർക്ക് തന്നെ പണി കിട്ടി എന്നുള്ളതാണ്. എന്നത് പറഞ്ഞ പോലെയാണ് ഈ വാരിക്കോരിയുള്ള പരസ്യം. ഇപ്പം കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ഈ വീടുകളുടെ വിതരണം എനിക്ക് തോന്നുന്നു 1-2 ചാനലുകൾ അത് ലൈവായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം, അവിടെ നടക്കുന്ന മുഴുവൻ പരിപാടി അതും പെയ്ഡ് പബ്ലിസിറ്റി ആയിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം PRD മുഖേന ഈ ചാനലുകൾക്ക് പെയ്ഡ് പബ്ലിസിറ്റി കൊടുത്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കും. കണ്ടിന്യൂസ് ലൈവ് കൊടുക്കുമ്പോൾ നമ്മൾ ഉറപ്പാക്കാമല്ലോ നമുക്ക്. കാരണം ഇത്രയും വലിയ യുദ്ധം ഗൾഫിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നു. ലോകം ആസകല ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. ജനങ്ങളെല്ലാം ഈ യുദ്ധവാർത്ത കാണാൻ വേണ്ടി ഈ ചാനലുകൾക്ക് മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണ് രാവിലെ തൊട്ടുള്ള ഈ വയനാട്ടിലെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീട് വിതരണം ത്രൂ ഔട്ട് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, 2 ചാനൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒറ്റ ആംഗിളിൽ നിന്നാണ്, ഒറ്റ ഫീൽഡിൽ നിന്നാണ് ഈ 2 സ്ഥലത്തേക്ക് പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ തന്നെ നമുക്ക് പിടികിട്ടി ഇത് പരസ്യം തന്നെ ആകാനുള്ള സാധ്യതയാണ്. എന്താണെങ്കിലും ശരി, ഒരു സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുന്നതിന് വാർത്താ പ്രചാരണം നല്ലതാണ്. പക്ഷേ ഇത്തരം വാർത്താ പ്രചരണങ്ങൾ അതിര് വിടുക തന്നെയാണ്. നമ്മുടെ നികുതി പണം എടുത്ത് നമ്മളെ കൊള്ളയടിച്ച് നമ്മളെ വിഡ്ഢികളാക്കുന്ന ഒരു പ്രവണതയാണ് തീർച്ചയായും എതിർക്കപ്പെടേണ്ട ഒരു പ്രവണതയാണ്.